നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. മര്യാദയ്ക്ക് സഹകരിച്ചോണം. സർ, എന്താ സാർ ഇത്? ഇവരോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറാൻ പറഞ്ഞൂടെ? ഈ സ്ഥലം ഇതല്ലാന്നാ എനിക്ക് തോന്നുന്നത്. എടാ അതെ, ഏതായാലും നീ അടം വരെ പോയതല്ലേ, നീ അകത്തേറൊന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കേ. ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിന്റെ തലയിലിട്ടോളൂ. എടാ അത് നമുക്ക് ഈ സമ്മാനം കിട്ടുന്ന ഹലോ വെച്ച് എല്ലാവരുടെ കാരണം ഒരു ദിവസം വേസ്റ്റായി. അഡ്രസ് ഒന്നും മാറിയിട്ടില്ലെന്ന് അമ്മാവൻ പറയുന്നത്. നമുക്ക് അകത്ത് കയറി ഒന്ന് ചോദിച്ചു നോക്കാം. തമ്പാ. എന്തിന്? ഇവിടെ ആയിരിക്കില്ല എന്ന് കണ്ടെത്താൻ അറിഞ്ഞൂടെ? നമുക്ക് പോയെന്ന് ചോദിച്ചു നോക്കണോ? ഇല്ലെങ്കിൽ നേരെ RK ഏജൻസിയിലോട്ട് പോവാം. ഇത്തരം സമ്മാന പദ്ധതികൾ തന്നെ തട്ടിപ്പ. ഒരു ചെറിയ സമ്മാനം തരും, അതിലൂടെ വലിയ വലിയ കച്ചവടങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. ഇതിലൊക്കെ ചെന്ന് കുടുങ്ങെന്ന് പറഞ്ഞാൽ മതി. അമ്മാവന്റെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ പിന്നെ മുഴുവൻ അതിൽ പിടിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൻ വേഗം വാ. മാഡം, അവർ രണ്ടുപേരും ലോഡ്ജിലെത്തി. അകത്തേക്ക് കയറിപ്പോയി. അകത്തെല്ലാ കാര്യങ്ങളും ജിത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. ജിത്ത് അവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, ശരി മാഡം. ഞാൻ നിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ സാർ, ഇവിടെ ഇന്ന് RK ഏജൻസിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? ഫംഗ്ഷൻ ഇവിടെ ഇല്ല. സാറിന്റെ പേരൊന്ന് പറയും. ഹരി. ഹരി നിത്യ. ആ അതെ സാർ, നിങ്ങൾക്ക് ഇവിടെ റൂം പറഞ്ഞിട്ടുണ്ട്. റൂമിൽ വെയിറ്റ് ചെയ്താൽ മതി. അല്ല, ഫംഗ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാം. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാർ. ഫംഗ്ഷൻ വന്ന 1-2 പേര് ഇവിടെ മുറിയിലുണ്ട്. അല്പം കഴിയുമ്പോൾ അവർ വന്ന് പിക്ക് ചെയ്യുന്നു പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത പോരെ? സോറി മാഡം, നിങ്ങളെവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സർ പ്ലീസ്, ഇതാ ചാവി. നേരെ ചെന്നാൽ മതി. വാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. റൂം നമ്പർ 106. അല്ല സർ, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. നാട്ടിൽ നല്ലത് നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തൊരു മനുഷ്യരായവര്! ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഇവിടെയാണോ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഞാൻ വാഷ്റൂമിൽ നിന്ന് പോയിട്ട് വരാം.
കേറിക്കോ. എന്താ സർ? നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പൊ വന്നേ ഉള്ളൂ സർ. നിങ്ങൾ തനിച്ചേ ഉള്ളോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെയും കൂടി വിളിക്കും. സാറേ, ഇത് മറ്റേ പരിപാടിയാ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷന് വന്നത്. എന്ത് ഫംഗ്ഷൻ? ആർക്ക് ഏജൻസിയുടെ ഒരു സമ്മാനദാനമുണ്ട്. എന്നിട്ട് നീയും ഇവള് മാത്രമേ ഉള്ളോ? ഇല്ല സർ, ബാക്കിയുള്ളവരൊക്കെ മറ്റു മുറികളിലുണ്ട്. ആ റിസപ്ഷനിസ്റ്റിനെ ഒന്ന് വിളിച്ചേ. സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? ഈ ഹോട്ടലിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊന്നും അതിൽപ്പെട്ടവരല്ല. അത് പിന്നെ പിടിക്കപ്പെടുമ്പോ എല്ലാവരും പറയും ഇത് തന്നെയാണ്. സിറ്റിയിലെ കോളേജിലൊക്കെ മയക്കുമരുന്ന് പോകുന്നവരെ ഈ ലോഡ്ജിൽ നിന്നാണെന്നാണ് ഞാൻ കേട്ട റിപ്പോർട്ട്. ഇന്ദിര, അകത്ത് വെച്ചേക്ക്. ഓക്കെ സർ. നടക്ക്. മേഡം, ഇതിലൊന്നുമില്ല. നോക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. മര്യാദയ്ക്ക് സഹകരിച്ചോണം. സർ, എന്താ സാർ ഇത്? ഇവരോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറാൻ പറഞ്ഞൂടെ? ആദ്യം ചെക്കിങ് കഴിയട്ടെ, എന്നിട്ടാകാം മാനതയ്ക്ക്. സർ, അകത്തൊന്നുമില്ല. സാർ, ഈ RK ഏജൻസീസിന്റെ ഫംഗ്ഷൻ ഇവിടെയാണോ നടക്കുന്നത്? അല്ല സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.